ഹലോ ഗൈസ്, ഈ രേണുസുതിയാണ് വിഷയം. രേണുസുതിയുടെ ചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അവർ 7 ദിവസം എന്തോ കീമോയിലായിരുന്നു. അതിനുശേഷം അവർ പുറത്തേക്ക് വന്നിട്ട് വീണ്ടും അവർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും ദിവസം കീമോയിലായിരുന്നതുകൊണ്ട് അവർക്ക് സംസാരിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാവത്തില്ലായിരിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും പോരാട്ട വീര്യത്തോടു കൂടി അവർ വന്നൊരു കാര്യം പറയുന്നുണ്ട്. അതിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നമ്മളെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടാണ്. ഞാൻ അതിനകത്തില്ല. ഒന്നാമത് അവരുടെ ആ ഒരു റെസിപ്റ്റോ അല്ലെങ്കിൽ ആ തുണ്ടോ ഒന്നും വെച്ച് ഞാനൊന്നും സംസാരിക്കാൻ പോയിട്ടില്ല. അതിനകത്ത് ഡേറ്റോ ഒന്നും ഞാൻ പറയാൻ പോയിട്ടില്ല. ഞാൻ ഇല്ലാണ്, അതിനകത്ത് ഞാൻ. പിന്നെ ഞാൻ ഇട്ട വോയിസുകൾ അവർ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. ആ സംശയം ഒന്ന് ദൂരീകരിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് വന്ന കുറേ അധികം പിന്നെ ഇതുണ്ട്. അതിനകത്ത് ഇതെനിക്ക് കാണിക്കാൻ പറ്റൂലെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ കയ്യിൽ എൻ്റെ റെസിപ്റ്റ് ഉണ്ട് കേട്ടോ. ഇവർ ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നുള്ളതിൻ്റെ റെസിപ്റ്റ് ഉൾപ്പെടെയാണ് അവരെനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നതിന് ശേഷമാണ് അവരുടെ വോയിസ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ അടുത്ത് വന്ന് സൗണ്ട്, അതായത് വോയിസ് തന്നവരൊക്കെ തന്നെ ക്യാൻസർ പേഷ്യൻ്റ് ആണ്. ബൈ ദ വേ അതിലെ ഒരു സ്ത്രീ ഈ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് കാണിക്കുന്നത്, കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവരാണ് ഏറ്റവും കൂടുതൽ എനിക്ക് വോയിസുകൾ തരാറുള്ളത്. അപ്പോൾ ഇത് പലരും പറയണത് നമ്മളിതൊരു ഫേക്ക് ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ട് പറയണം. ഒരിക്കലും അല്ല. അങ്ങനെ ഇപ്പം നമുക്കൊരു ഫേക്ക് ഡോക്യുമെൻ്റ് കാണിച്ച് ഒരാളെ താറടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, രേണുസുതിയുടെ ചേച്ചി തന്നെയാണ് രേണുസുതിയുടെ കാലൻ. ആ സ്ത്രീ തന്നെയാണ് അവരെ കൊണ്ടുവന്ന് ഇങ്ങനെ പബ്ലിക്കിൽ ഇട്ട് കൊടുക്കുന്നത്. അവരായിട്ട് ഒരു അലിഗേഷൻസിലും ഇല്ല, ഒരു കോൺട്രവേഴ്സിയിൽ അവരില്ല. പക്ഷേ എപ്പോഴും പ്രശ്നത്തിലേക്ക് വരുന്നത് രേണുവാണ്. അപ്പം രേഷ്മയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ അവർ നല്ല പങ്ക് വഹിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, അവർക്കൊരു അസുഖമുണ്ട്. ഓക്കെ, അത് ഇല്ല എന്ന് കൺഫ്യൂഷൻ വരുന്ന എപ്പോഴെന്ന് വെച്ചാൽ ആ അസുഖത്തിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് അവർ ഓവർകം ചെയ്തിരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കാണ്. പിക്ക് ലൈനിട്ട് ആട്ടുന്നതൊക്കെ ഒരിക്കലും ആർക്കും ഡൈജസ്റ്റ് ആവത്തില്ല. അപ്പോൾ അതൊക്കെ പറയും. അത് പറയാതിരിക്കണമെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ അവതരിപ്പിക്കാതിരിക്കുക. ഒന്നാമത്തെ കാര്യം അത്. രണ്ട്, നിങ്ങൾ നിങ്ങളുടെ അനിയത്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് റെസ്റ്റാണ്. അവരെ റെസ്റ്റ് എടുക്കാൻ അനുവദിച്ചിട്ട് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് അതിൽ നിന്ന് സക്സസ് ആയി അവർ പുറത്തേക്ക് വന്നിട്ട് പിന്നെ വെല്ലുവിളിക്കാൻ പറ. അതിലൊരു സുഖം ഉണ്ടാവും. ഇപ്പം അവരിരുന്നുകൊണ്ട് വെല്ലുവിളിച്ചാൽ ഈ അസുഖാവസ്ഥയിൽ ആരും അവരൊന്നും പറയത്തില്ല എന്ന തെറ്റിദ്ധാരണയാണെങ്കിൽ അത് തെറ്റാണ്. നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ ആ വോയിസ് തന്നവരെ സംശയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അവരിതുപോലെ കാശൊന്നും ചിലവാക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് ഇത്രയും പൈസ കിട്ടുന്നുണ്ട് എന്നുള്ളത് അവർക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ അവരതിൻ്റെ വോയിസുകൾ തരിക തന്നെ ചെയ്യും. ഇത് ഞാൻ ജസ്റ്റ് ഒരു മീഡിയേറ്റർ മാത്രമാണ് അതിനകത്ത്. അല്ലാതെ നിങ്ങൾക്ക് അസുഖം ഉണ്ടെങ്കിൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്, എനിക്ക് അതിനകത്ത് യാതൊരു അഭിപ്രായവും ഇല്ല. സത്യം പറയാം, എനിക്ക് അതിനകത്ത് ഒരു അഭിപ്രായവും ഇല്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഒരു അസുഖം വന്ന് വീണ് കിടന്നെടുത്തുനിന്ന് ഞാൻ റിക്കവറായി ഇവിടെ വന്നിരിക്കുന്ന സ്ത്രീയാണ്. അപ്പം അതിൻ്റെ പെയിൻ എന്താണെന്ന് എനിക്കറിയാം. എനിക്കിങ്ങനെ ആരുടെടുത്തും പോയി ഇങ്ങനെ പൈസ ചോദിക്കാനോ ഒന്നുമുള്ളൊരു മാനസികാവസ്ഥ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനതങ്ങ് എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ട്രീറ്റ് ചെയ്ത് ഇവിടെ വന്നിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്കതിനകത്ത് പ്രത്യേകിച്ച് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു അഭിപ്രായവും ഇല്ല. അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാം, ഇല്ലാണ്ടിരിക്കാം, അതൊക്കെ നിങ്ങളുടെ കാര്യം. പക്ഷെ ഞങ്ങളിട്ട ഇതിൻ്റെ ജെന്യൂനിറ്റി നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അതിനകത്ത് ചോദിച്ചാൽ ഉത്തരവുണ്ട്. അതാണ് ആ ഉത്തരമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം ഞാൻ ഇട്ടതിനകത്ത് എൻ്റെ കയ്യിൽ കൃത്യമായി അവർ ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നുള്ള എവിഡൻസ് തന്ന ശേഷമാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ അവർക്ക് തോന്നി അവരെൻ്റെ അടുത്ത് സംസാരിച്ച് അവരെന്തെങ്കിലുമൊക്കെ കൊടുത്തെന്നാൽ അതെടുത്ത് പബ്ലിഷ് ചെയ്യുന്ന ആളാണ്. അങ്ങനെ നിങ്ങൾ കുറേ ട്രൈ ചെയ്തിരുന്നില്ല എന്നെ കൊണ്ട് പലതും ഇങ്ങനെ പുറത്തിടിക്കാനായിട്ട്. അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ല. ബിക്കോസ് ഞാനൊരു ടാർഗറ്റഡ് പേഴ്സൺ ആണെന്ന് ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു സാധനം കിട്ടാതിരിക്കണം, തീപ്പൊരി കിട്ടാതിരിക്കണം കത്തിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വോയിസ് നമുക്ക് ഇതിനോടനുബന്ധമായിട്ട് കേൾക്കാമേ. കണ്ടില്ലേ കീമോന്റെ ആ റേറ്റ് വരുന്നത്. നമുക്ക് ശരിക്കും കീമോയ്ക്ക് അധികം പൈസ ഒന്നും വരുന്നില്ല. നമ്മളവിടെ അഡ്മിറ്റ് ആവുക, അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്കും റൂം നമ്മൾ തൊട്ടടുത്ത് തന്നെ എടുക്കണം. അവർ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഹോസ്പിറ്റലിൽ തൊട്ടടുത്ത് എവിടെയെങ്കിലും വീടെടുത്ത് അവിടെ താമസിക്കുകയും ചെയ്യും. അപ്പൊ അതിനൊക്കെ നമുക്ക് ഒരുപാട് കാശ് വരും. ഇപ്പൊ രേഷ്മയെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും അത്രയും കാശ് വരുന്നില്ല. കാരണം അവർ വന്ന് പോയി ചെയ്യുന്ന കീമോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർക്ക് ഇത്രയും ബാധ്യത വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. നമ്മൾ ബാധ്യത കണ്ടെന്ന് ഞാൻ ഈ ഹോസ്പിറ്റലിൽ 1.5 വർഷം നമ്മൾ ഇതിന്റെ പുറകെ നമ്മൾ ഈ ഒരു യാത്രയിലാണ്. നമ്മൾ കാണാത്തതോ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായതാണ് ഞാൻ. കാരണം എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെ ട്രീറ്റ്മെന്റ് ഉള്ള ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് ഏകദേശം 9 വയസ്സും അവന് ആ കുട്ടിക്ക് 8 വയസ്സാണ്. ജോയൽ മരിയ എന്ന പേര്. ആ കുഞ്ഞിന് ഇവർ രണ്ടുപേരും നമ്മൾ കോൺടാക്ട് ചെയ്യില്ല. ഒരു അസുഖമുള്ള കുഞ്ഞുങ്ങളുടെ പാരൻസായിട്ട് നമ്മൾ കോൺടാക്ട് ഉണ്ടാവും. അങ്ങനെ ഇവർ റേഡിയേഷൻ സമയത്ത് പെട്ടെന്ന് കുഞ്ഞിന് 13ാമത്തെ 14ാമത്തെ റേഡിയേഷൻ സമയത്ത് അവർ കോമയിലേക്ക് പോയി. കോമയിലേക്ക് പോയിട്ട് അവര് സമ്പാദ്യം, ആ കുട്ടിയുടെ അച്ഛനും പണി എന്താണ്, ആ കുട്ടിയുടെ അച്ഛൻ സമ്പാദ്യം മുഴുവൻ എടുത്താവുന്ന കടങ്ങളെല്ലാം വാങ്ങിച്ച കുഞ്ഞിനെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കൊരു പരിധി കഴിയുമ്പോൾ ആളുടെ വരുമാനം എല്ലാം തീർന്ന്
അങ്ങനെ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് വിശന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാതെ ഞാനപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെന്റ് വെച്ച് കുറച്ച് കാശ് നമ്മളെക്കൊണ്ട് പരിധിയുണ്ട്, കാരണം നമ്മൾ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ ഞാനൊരു സുശാന്ത് എന്ന് പറഞ്ഞ ആളായിട്ട് കോൺടാക്ട് ചെയ്ത് അവർ വീഡിയോ ചെയ്തു. ആ വീഡിയോ ഇപ്പോൾ അവിടെ ഉണ്ട്, ജോൻ മരിയ എന്നിട്ട് കുറച്ച് കോമയിൽ പോയി അതൊക്കെ അതിൻ്റെ കുട്ടി മരണപ്പെട്ടവള് കുഞ്ഞ് പോയി. അങ്ങനെ നമ്മൾ അവർ ആ അത്രയും ഘട്ടത്തിലാണ് ഒരാളുടെ പൈസ ചോദിച്ചത്, നീ വൃത്തികേട് കൊണ്ട് പരമാവധി അങ്ങനെ എത്രയോ പേരുണ്ടെന്ന് പറയുമ്പോൾ ഇതേ ഞാൻ മാമിനെ കുട്ടിയുടെ നമ്പർ ഞാൻ ഡീറ്റെയിൽസ് തരാം. ഇതുപോലെ ഒരു കുഞ്ഞിന്റെ അവർക്ക് 8 വയസ്സാണ് പ്രായം. ഞാൻ അവരെ കാണുന്നത് നമുക്ക് കീമോ ചെയ്യുന്ന സമയത്തും കുഞ്ഞിന് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ നമ്മൾ വാർഡിൽ അഡ്മിറ്റ് ആയ സമയത്താണ് ഞാൻ ഈ കുട്ടിയെ കാണുന്നത്. നിറയെ മുടിയൊക്കെ ആയിട്ട് കുഞ്ഞ്. അപ്പൊ ഞാൻ കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിന് ക്യാൻസർ ആണോ എന്ന് ഞാൻ സംശയിച്ചു, കാരണം അത്രയും മുടിയൊക്കെ ഇല്ല. കാരണം അപ്പോഴും അവർ പറഞ്ഞത് ഇത് കണ്ടുപിടിച്ചിട്ട് അത് 2-3 ദിവസം ആയിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര വിഷമമായി. അവളുടെ അമ്മച്ചി, ആ കുട്ടിയുടെ അമ്മച്ചി ഞാൻ നല്ല കമ്പനിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കുറേ വോയിസ് നമ്മുടെ കയ്യിലുണ്ട്. അവർ ഓരോരോ കഥകൾ പറയുന്നതാണ്. ഞാൻ കുറേ ദിവസം ഞാൻ ഭയങ്കരമായിട്ട് പ്രശ്നത്തിലാവുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോരുത്തരുടെ സ്റ്റോറികൾ ഇങ്ങനെ കേൾക്കുക, ക്യാൻസറിൽ നിന്ന് ഓവർകം ചെയ്തവരുടെ സ്റ്റോറി, അവരുടെ വീഡിയോസ് ഒക്കെ എനിക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ ഉള്ള ഒരു ഇതാണ്. പിന്നെ കുറേ പേര് റിക്വസ്റ്റ് ചെയ്യും, ഇതൊന്ന് പ്ലേ ചെയ്യുമോ, ദയവ് ചെയ്തിട്ട് പബ്ലിക് ആക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പേര് നമുക്ക് വോയിസ് ഒരുപാട് തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ അനിയത്തിക്കുള്ള അസുഖം, ഇതൊരു ആദ്യമായിട്ട് ഒരു ക്യാൻസർ പേഷ്യൻ്റ് അല്ല അവർ. മമത മോഹൻദാസ്, അവരുടെ ക്യാൻസർ ക്യൂർ ആവാൻ ഭയങ്കര പാടുള്ള ഒരു സംഗതിയായിരുന്നു. അവരുടെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു പങ്ക് അവരവരുടെ ക്യാൻസറിനാണ് ചിലവിട്ടിട്ടുള്ളത്. അവർ അഭിനയിച്ചു, അതിൽ കൂടെ ഒരു എമൗണ്ട് സമ്പാദിച്ചു, എന്നിട്ടാണ് അവർ ട്രീറ്റ്മെൻറ്റ് നടത്തിയത്. അവരുടെ വിവാഹബന്ധം പോലും അവർ വേണ്ടാന്ന് വെച്ചത് അവർക്ക് മനസ്സിലായി അവർക്ക് ഇങ്ങനെ ഒരു ട്രബിൾ ഉണ്ടെന്ന്. ഒത്തിരി സ്ട്രഗിൾ ചെയ്താണ് അവർ ഓവർകം ചെയ്ത് അവരിപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്യാൻസർ വന്നവരെല്ലാം തന്നെ നശിച്ചൊന്നും പോകത്തില്ല. അതേപോലെ മനീഷ കൊയ്രാള, അവർക്കും ഇത് തന്നെ ആയിരുന്നു. ഇതിൽ 3rd സ്റ്റേജ് 4th സ്റ്റേജ് അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോയ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. മെൻ്റൽ സ്ട്രെങ്ത്ത് അതില്ലാതെ വരുന്നവർക്കൊക്കെയാണ് കൂടുതൽ ട്രബിൾ ആകുന്നത്. ഇതിന് കീമോ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ബോഡി ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ കീമോയുടെ ഒരു മൈനസ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഛർദിലും മോഷൻ ട്രബിളും ഒക്കെ ഉണ്ടാകും. അപ്പം നമ്മുടെ ബോഡി അത് കവർ ചെയ്യാനുള്ള ഹെൽത്ത് ഉണ്ടായിരിക്കണം, ബോഡിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതില്ലാത്തവർക്ക് അവർ കീമോ കൊടുക്കത്തില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ബോഡി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പം ആ ട്രബിൾ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ അതിൽ നിന്ന് ഓവർകം ആകണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആരും നിങ്ങളുടെ ശത്രുക്കളൊന്നുമല്ല. പക്ഷെ നിങ്ങൾ വന്ന് വെല്ലുവിളിക്കുമ്പോഴാണ് ആളുകൾ മറുപടി ഇടുന്നത്. ഇപ്പോൾ ഈ ബില്ലിൻ്റെ കേസ് ദേവൊക്കെ പോയി നോക്കി ബില്ല് ജെന്യൂനാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ജെന്യൂനിറ്റി പിന്നെ നോക്കാൻ പോയിട്ടില്ല. ജെന്യൂനായിരിക്കാം, പക്ഷേ അതിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടുവീഴ്ചകൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ബേസിൽ പബ്ലിക്കിൽ പറയണം. കാരണം അസുഖബാധിതരായവർ ഇത്രയും പൈസ ചിലവാകും, ഇതെനിക്ക് ഉണ്ടാക്കാനൊക്കത്തില്ല എന്ന ബോധ്യമുണ്ടെങ്കിൽ അവർ ജീവൻ അങ്ങ് അവസാനിപ്പിച്ച് കളയും, ട്രീറ്റ്മെൻറ്റ് നിൽക്കത്തില്ല. ഒത്തിരി പേരുടെ കമൻസ് എൻ്റെ ടൈം ലൈനിൽ തന്നെ ഉണ്ട്. അവർ ട്രീറ്റ്മെൻറ്റ് നിൽക്കത്തില്ല, അതങ്ങ് കളയുള്ളൂ, എൻ്റെ മകന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഞാൻ തയ്യാറല്ല, അതുകൊണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് അനുവദിക്കുന്നില്ല. മരണം കാത്തു കഴിയുന്നവരുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, സർക്കാർ തലങ്ങളിൽ നിന്ന് സപ്പോർട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഒരു മെഡിസിൻ്റെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത്ര രൂപയാണ്, എനിക്കിപ്പോൾ 600 രൂപയിലേക്ക് അത് ചുരുങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് ജന ഔഷധിയിൽ കൊടുത്താൽ മെഡിസിൻ കുറച്ച് കിട്ടും. സർക്കാർ തലങ്ങളിൽ നിന്ന് ഇതുണ്ട്. ഇൻഷുറൻസ് എന്ന് പറയുന്നതും ഇതുപോലെ ഇഞ്ചക്ഷനൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന് ബെനിഫിറ്റ് ഉണ്ട്, മീൻസ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെയൊക്കെ പറ്റി ശരിക്കൊന്ന് റിസർച്ച് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഇതാക്കി സഹോദരിക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി അവളുടെ ബോഡി ഒന്ന് സെറ്റാക്കി എടുക്കാനുള്ള പണി നോക്കുന്നതിന് പകരം വീഡിയോയും കൊണ്ടുവന്നിരുന്ന നാട്ടുകാരെ പെരത്തോട്ട് കയറി അതിൽ കൂടെ ഒരു വൈറലായി അങ്ങനെ ഉണ്ടാക്കാനായിട്ട് നിൽക്കാതിരിക്കുക. അവൾ പാട്ട് പാടിയാലേ അവൾ ഡാൻസ് കളിച്ചാലേ വരുവോളെന്നല്ല. നിങ്ങൾ ചെയ്യുന്ന ഡെയിലി ആക്ടിവിറ്റീസ് എടുത്ത് വെച്ചിട്ട് റീലിട്ടാലും ആളുകൾ കാണും. അത് കാണാൻ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാവും. കൊച്ചിനെ സ്കൂളിൽ വിടുന്നത്, സ്കൂളിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത്, ഇതൊക്കെ കാണിക്കുക എന്നുള്ളതൊക്കെ ഉള്ളൂ. അല്ലാതെ ഇരുന്ന് നാട്ടുകാരെ വെല്ലുവിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അസുഖമുണ്ടെന്നുള്ള കാര്യം പോലും ആളുകൾ മറന്നുപോകും. അവർ റിയാക്ട് ചെയ്യും. എന്തിനാണത് വാങ്ങിക്കാൻ പോകുന്നത്? എന്നിട്ട് ഞങ്ങളുടെ തലയിൽ കയറിയിട്ട് കാര്യമുണ്ടോ? താത്തയുടെ വീഡിയോ ഒക്കെ ഞാൻ കാണുന്നുണ്ട്. നമ്പർ വേണമെന്ന് കുറേ വിചാരിക്കുന്നു. കാരണം എന്താ പറയുക, എൻ്റെ അമ്മ ക്യാൻസർ ആയിട്ട് കിടന്നവരിതാണ്. എനിക്കും രേണുസുതിയോട് അങ്ങനെ പേഴ്സണലായിട്ട് വലിയ എന്താ വൈരാഗ്യമൊന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ഒത്തിരി സപ്പോർട്ടും ചെയ്യത്തില്ല, അങ്ങനെ സപ്പോർട്ടും ചെയ്യത്തില്ല ഒരിക്കലും. പക്ഷേ അങ്ങനെ ഞാൻ ക്യാൻസർ സെന്ററിൽ നിന്നുകൊണ്ട് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിലാണ് ഞാൻ നിന്ന്. എൻ്റെ അമ്മയ്ക്ക് വായിലായിരുന്നു ക്യാൻസർ. പക്ഷെ ബ്രസ്റ്റിനായിട്ടും അങ്ങനെയായിട്ട് ഒരുപാട് പേര് ഒത്തിരി അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് കീമോ ഒക്കെ കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ ഒരു ദിവസം പോയിട്ടൊരു എൻ്റെ അമ്മയൊക്കെ ഫോൺ ഞങ്ങൾ തന്നെ കാണുമ്പോൾ അമ്മയ്ക്ക് കലിപ്പ അത്രയും ഭയങ്കര ഒരു 1-2 പ്രാവശ്യമൊക്കെ കുഴപ്പമില്ല.
പിന്നെ അങ്ങോട്ട് ഒരിക്കലും നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഛർദിയും കാര്യങ്ങളും എങ്ങനെ പറയും 2 ദിവസം എന്തൊക്കെ പറഞ്ഞാലും ക്ഷീണവും കാര്യം പറയാതെ ഞാൻ വെച്ചത് പോയി സോറി, എന്നോട് ക്ഷമിക്കണം കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം എല്ലാ കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കുന്നതല്ല. നല്ലത് വരട്ടെ, ഒരു ദോഷം വരാതെ കാത്തുകൊള്ളണം. അത്രയും എനിക്ക് പറയാനുണ്ട്. ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇനിയും വിളിക്കാം. ഞാൻ മറ്റൊന്നല്ല, എനിക്ക് നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. നല്ല എല്ലാവരെയും സഹായിക്കുന്ന ഒരു ചേച്ചിയാണ്. ആ പുള്ളിക്കാരി നേരത്തെ മുതൽ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ തെറ്റി വന്നാലും ഇനിയിപ്പം പുള്ളിക്കാരി അപൂർവം മാത്രമേ ഉള്ളൂ. ഞാനും അതുപോലെ തന്നെ വല്ലപ്പോഴൊക്കെ ഉള്ളൂ. എങ്കിലും ഞാനൊന്ന് പറയട്ടെ, ആ ചേച്ചി നല്ലൊരു ചേച്ചിയാണ്. ആരുടെ ഒരു മനസ്സ് കണ്ട ഒരു ഇതാകുന്നൊരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. അങ്ങനത്തെ ഒരു മനസ്സുണ്ട് ചേച്ചി. പിന്നെ ഈ പറഞ്ഞ കിച്ചു എന്ന് പറഞ്ഞ പയ്യൻ ഈ ബിഗ് ബോസിനകത്ത് പോകുന്നുണ്ട്. അതിന്റെ പേരിലാണ് ഇത്രയും വിമർശനങ്ങൾ വന്നിരിക്കുന്നത്. ഈ പയ്യനെ എങ്ങനെയെങ്കിലും അതിനകത്ത് കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്ന് കളിക്കുന്ന കളിയിലെല്ലാവരും. അവനൊരിക്കലും ഒരു സ്ഥാനം കിട്ടരുത് എന്നുള്ള, അവൻ തല പൊക്കരുത്, അവൻ എങ്ങനെയും അടിച്ചു താത്തണം എന്ന് വിചാരിച്ചാണ് ഈ പള്ളിയിൽ അച്ഛനും ഇവളും എല്ലാവരും കൂടി ചെയ്തില്ല. ആ അച്ഛനോട് വേലയെടുത്ത് ജീവിച്ചാൽ മതി എന്ന് പറയാം. കാര്യം പള്ളിയിൽ അച്ഛൻ്റെ ഈ കൂടാണ്ട് സ്ഥലം മേടിച്ച് ജീവിക്കാതിരിക്കുക, കിടക്കാതിരിക്കുക. ഇത് ഇവിടുത്തെ അച്ഛൻ തന്നെയാണോ? ഒരു 10 മാസം വയറും വെച്ചുകൊണ്ട് ഗർഭിണിയാണോ ഇയാള്? രണ്ട് കാമുകനാണോ ഇയാള്? സത്യത്തില് മരുന്നൊക്കെ ചേർന്ന ഈ കൂതറ അച്ഛനെന്ന് പറയാൻ എനിക്ക് ഇയാൾ അറപ്പാണ്. അയാൾ കണ്ട് മേക്കപ്പ് ഇട്ട് ടിക്ക് പഠിച്ച് അയാളിങ്ങനെ കൂതരായിട്ട് വന്ന ഒരു കമ്പും പിടിച്ച് പുരുഷനെ ഞാൻ അവഗണിച്ചല്ല. എല്ലാ മതത്തിനും വിശ്വാസമാണ്. പക്ഷെ അതിനകത്ത് ഹിന്ദു എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്ന ഒരു ഇയാളെ അവനൊരു ഹിന്ദുവാണ്. ആ ഇവളെന്നെ ക്രിസ്ത്യാനിയാണ്. ഇവിടെ രേണു എങ്ങനെ പിന്നെ ഹിന്ദു ആയിരുന്നല്ലോ. തങ്കച്ചൻ തങ്കപ്പനാണ് എന്താ അവന്റെ പേര്? ഒറിജിനൽ ക്രിസ്ത്യാനിയല്ലല്ലോ അവര്. മറ്റേ കൺവെർട്ട് ചെയ്ത് എന്തൊക്കെ എഴുതിയിട്ടില്ല. എനിക്ക് തോന്നണം അങ്ങനെയാണെന്നാ തോന്നുന്നത്. ഒരു ഒറിജിനൽ ക്രിസ്ത്യാനിയൊന്നും അല്ല. ഏത് വകയിലാണ് ഇത്? ഞാൻ വെച്ചിട്ട് ഈ ഐസിയിലൊക്കെ ഇവർക്കൊക്കെ എങ്ങനെ ഈ ഇത് ചെയ്യുന്ന പരിപാടിയൊക്കെ. ഹലോ ഷഫീനയുടെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. എനിക്ക് ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കാനായിട്ടായിരുന്നത്. ശരിയായിരിക്കും ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പം രേണു തനിക്ക് അസുഖമാണെന്ന് പറഞ്ഞിട്ടൊരു നാടകമൊക്കെ നടന്നില്ലേ? അത് ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് അസുഖം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളെ ഗോൾഡ് സ്മഗ്ലിങ്ങിന് പിടിക്കപ്പെടാതിരിക്കാൻ കളിക്കുന്ന ഒരു നാടകം എല്ലാവരും ചേർന്നതാണ്. ഒരു സൈഡിൽ ബ്ലാക്ക് മാജിക് നടക്കുന്നുണ്ട്, ഒരു സൈഡിൽ ഇനിയിപ്പം ഇവള് വിടുവായ്ത്തനം പറയുന്നതാണല്ലോ. പലപ്പോഴും ഇവള് പാമ്പ് സൂചിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്നും ഇങ്ങനെയൊക്കെയുള്ള യാത്രകളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അതിന്റെ മെയിൻ ആളുകൾക്ക് അത് ഏതെങ്കിലും വിധത്തിൽ ബാധിക്കപ്പെടുന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ റിഫയുടെ മറ്റൊരു അനുഭവത്തിലായിരിക്കും ഇവള് വരാൻ പോണത് സത്യത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ പോയിസണിങ് ബ്ലഡിൽ പോയിസണിങ് ചെയ്താലും പെട്ടെന്ന് മരിക്കത്തില്ലല്ലോ. കുറച്ച് കാലങ്ങളെടുത്താലേ മരിക്കുള്ളൂ. മാത്രമല്ല ഇവളെ സഹായിക്കുന്നു എന്ന രീതിയിൽ, ഇതിന്റെ പിന്നിൽ ചാരിറ്റി എന്ന രീതിയിൽ, അത് സീമാജി നായരായാലും ശരി, ഇത് സായി ആയാലും ശരി, ഇതിന്റെയൊക്കെ പിന്നിൽ മണി ലോണ്ടറിങ് നടക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഹവാല പണം ഒഴുകുന്നുണ്ടോ എന്നുള്ള ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഇതൊന്നും അക്കൗണ്ടിൽ വരുന്ന പൈസയില്ല. ഇതൊക്കെ ഇവർക്ക് നേരിട്ട് ഇവരുടെ കയ്യിൽ വരുന്ന കാശാണ്. സഹായം എന്നുള്ള രീതിയിൽ, മരുന്ന് വാങ്ങിക്കാൻ എന്നുള്ള രീതിയിൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് ജീവിക്കാൻ എന്നുള്ള രീതിയിലൊക്കെ ഇവരുടെ കയ്യിൽ വരുന്നത്. ഇതൊക്കെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടണ്ടേ? ഇതൊക്കെ ഇല്ലീഗലായിട്ടുള്ള ഏർണിങ്സ് അല്ലേ? ഇതിനൊക്കെ ടാക്സ് ഇല്ലേ? ഇത് ഈ സ്ത്രീ സ്വന്തമായിട്ട് അധ്വാനിക്കാതെ മറ്റുള്ളവരിൽ നിന്ന് നേടിയെടുക്കുന്ന കാശല്ലേ? ഇതിനൊക്കെ ടാക്സ് ഇല്ലേ? ഇതൊക്കെ നിയമപരമായിട്ട് അനുവദനീയമാണ്. ഇന്ത്യയിലെ കാര്യം എനിക്കറിയില്ല. ഇവിടെ ഒന്ന് 5 പൈസ ഇല്ലീഗലായിട്ട് സമ്പാദിക്കാനോ കയ്യിൽ വെക്കാനോ അക്കൗണ്ടിൽ വരാനോ പറ്റില്ല. കാരണം അവർക്ക് സോഷ്യൽ മീഡിയ കൂടെ തന്നെ ഇതൊക്കെ കണ്ടുപിടിക്കും. നമ്മളുടെ വാട്സപ്പിലൂടെയും ചാറ്റിലൂടെയും നമ്മുടെ ഫോൺ സംഭാഷണത്തിലൂടെയും എല്ലാം അവർ കണ്ടുപിടിക്കും. നമ്മളിനിപ്പോൾ എത്ര മറച്ചാലത്. അപ്പം അതിന്റെ പിന്നിൽ അങ്ങനെ വല്ലതും നടക്കുന്നുണ്ട്. ചാരിറ്റി ഒരു സ്കാമിങ് അല്ലേ? അപ്പൊ സീമാജി നായർക്ക് ഇപ്പം ഞാൻ ആ ഹെഡിങ് മാത്രമേ വായിച്ചുള്ള സീമാജി നായർ എങ്ങനെ ഐസിയിൽ കയറി എന്നുള്ളതൊക്കെ ആർക്കറിയാം. ദൈവത്തിന് സീമാജി നായർ എവിടെ നിങ്ങളൊക്കെ കാണിക്കുന്ന ഒരു മനസാക്ഷി പോലും എടുത്തു വളർത്തി എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് ഇല്ലല്ലോ. സുവിശേഷമൊക്കെ ആവാൻ പോണ പോലും എങ്ങനെ? യേശു ക്ഷമിക്കുന്ന പോലെ ക്ഷമിക്കാൻ കഴിയാത്ത ഈ സ്ത്രീക്ക് എങ്ങനെ സുവിശേഷമാകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആ കലറ പൊളിച്ച് അദ്ദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ആ കിച്ചന്റെ ഫാമിലിയും കൊടുത്താൽ അവർ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അവർക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കത്തക്ക രീതിയിൽ അവർ എന്തെങ്കിലും അതിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത് എന്തെങ്കിലും എന്താ പറയുക, അതിന്റെ അവരുടെ ആചാരപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതങ്ങ് അവരുടെ കയ്യിലാവുന്നതായിരിക്കും നല്ലത്. മാത്രമല്ല ഇവള് സുധിയുടെ അവാർഡുകളൊന്നും ഇവള് സൂക്ഷിക്കേണ്ട കാര്യമില്ല. കൊച്ചു ജീവിച്ചിട്ടുണ്ടല്ലോ. സുധിക്ക് കിട്ടിയ പുരസ്കാരങ്ങളൊക്കെ അത് ഇനിയിപ്പം അച്ഛൻ പറയുന്ന പ്രകാരം കിച്ചുവിനോട് ചെല്ലാൻ അവകാശം ഇല്ല എന്നുണ്ടെങ്കിൽ, ആ ഗവൺമെന്റിൽ കാലുകുത്താൻ അവകാശം ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ അച്ഛനെ സംബന്ധിക്കുന്നതൊക്കെ ആ കൊച്ചിന് കൊടുക്കുന്നതിലേ നല്ലത്. ഹെൽപ്പ് ഉണ്ട്. ഹലോ ഷഫീന, ഞാൻ ആദ്യം വോയിസ് ഇട്ടതിന് ശേഷമാണ് ആ വീഡിയോ കണ്ടത്. വീഡിയോ കണ്ടപ്പം അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഓൾറെഡി എനിക്ക് 2-3 ദിവസം മുന്നേ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് വലിയ ചിലവുകളില്ല. പിന്നെ ഇപ്പോൾ ഈ ഇന്നിപ്പോൾ വോയിസ് അയച്ചിരിക്കുന്ന ആ സിസ്റ്റർ പറഞ്ഞു കേൾക്കുമ്പോൾ എന്തൊക്കെയോ ബെനിഫിറ്റ്സ്, ഫിനാൻഷ്യൽ ഹെൽപ്പ് ഉണ്ട്. എന്നിട്ട് എന്തിനാണ് ഇവരിങ്ങനെ എല്ലാവരോടും എനിക്ക് മരുന്നിന് പൈസ വേണം, എനിക്ക് ആഹാരത്തിന് പൈസ വേണം? ഇവള് ഇത്രയും കാലം അപ്പം ടെലിഫിലിം ചെയ്തും പ്രൊമോഷൻ ചെയ്തും അല്ലാതെ കുറച്ച് പരിപാടിയിലും ഒക്കെ ഉണ്ടാക്കിയ കാശൊക്കെ എന്ത് ചെയ്തു? ഈ പേരും പറഞ്ഞ് കുറേ സമ്പാദിക്കണം. ഇതൊക്കെ ഇല്ലീഗൽ ഏർണിങ്സ് ആണ്. ഇല്ലീഗൽ ഏർണിങ്സിന് തടയിടാൻ കേരളത്തിൽ നിയമം ഇല്ലേ? ഇന്ത്യയിൽ നിയമം ഇല്ലേ? ഇതൊക്കെ ടാക്സ് വെട്ടിക്കുന്ന കാശുകൾ അല്ലെങ്കിൽ ബ്ലാക്ക് മണി,
ഏതൊക്കെ വഴിയിൽ ഒഴുകാം ഈ ഒരു അവസരത്തിൽ. ഇല്ല എങ്കിൽ ആ പേരും പറഞ്ഞ്, ഈ അസുഖത്തിന്റെ പേരും പറഞ്ഞ് ഇതൊക്കെ കുറേ സമ്പാദിക്കാം. ഇതിനൊക്കെ തടയിടാൻ പറ്റില്ലേ സിസ്റ്ററെ? ഇതിനൊക്കെ ഗവൺമെന്റ് ഇടപെട്ടാൽ ഇത്തരം ചാരിറ്റിക്കാരെയും ഇത്തരം എന്താ പറയുക കാശ് രോഗത്തിന്റെ പേരിൽ കാശ് ചോദിച്ച് മേടിക്കുന്നവരെയൊക്കെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റത്തില്ലേ? ഇതിന്റെ പിന്നിലൊക്കെ എന്തുമാത്രം പണം ഒഴുക്കുകൾ നടക്കൂല്ലേ? അർഹതപ്പെട്ടവർക്ക് കിട്ടേണ്ട സഹായം കിട്ടാതെ അർഹതയില്ലാത്തവർക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് പോയിന്റ്. അർഹതപ്പെട്ട കുറേ മനുഷ്യർ പണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് കിട്ടാതെ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ആളുകൾ ഇതിനെതിരെ തിരിയുന്നത്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് കേൾക്കേണ്ടി വരുന്നത്. സോ ആ പെൺകൊച്ചിനെ നോക്കി അതിനെ ക്യൂറാക്കി പുറത്തേക്ക് കൊണ്ടുവരുന്ന സൊല്യൂഷൻ ആലോചിക്കുന്നതിന് പകരം അവൾക്ക് എന്തെങ്കിലും സംഭവിക്കും, അവൾ പോകുന്നതിന് മുമ്പ് മാക്സിമം അള്ളി എടുക്കാം എന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത്. അല്ലാതെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, 7 ദിവസം ICUവിൽ കിടന്നിട്ട് വന്ന ഒരു പേഷ്യൻറ്റിനെ കൊണ്ട് ഒരു വീഡിയോ ചെയ്യിക്കുമ്പോൾ ആ കിടന്ന വിഷയങ്ങൾ പറയുക എന്നതിനപ്പുറം ഈ ചലഞ്ച് കൊണ്ട് ഇറങ്ങണത് എന്തിനാണ്? നിങ്ങൾ ഇതിനിപ്പോൾ മറുപടി തന്നേ മതിയാവുള്ളൂന്നുണ്ടോ? അത് നിങ്ങൾ ഈ 7 ദിവസം അവിടെ ICU കിടന്ന സമയത്ത് ഇവിടെ ആരെങ്കിലും നിങ്ങളെ എടുത്താൽ എൻ്റെ ചാനലിൽ 7 ദിവസമായിട്ട് നിങ്ങളില്ല, ഞാൻ എടുത്തില്ല, അതിന് മുമ്പും ഇല്ല, താല്പര്യമില്ല. ഈ ഒരു വിഷയത്തിൽ ആളുകൾ കമൻറ്റ് ചോദിച്ചാൽ ഞാൻ അപ്പോഴും വന്ന് പറയണത് എനിക്കിതിനെപ്പറ്റി അറിയത്തില്ല, എനിക്കിതിൻ്റെ വിവരങ്ങൾ അറിയത്തില്ല, ഇങ്ങനെ എന്താണെന്ന് ഞാൻ അന്വേഷിച്ച് പറയാം എന്നല്ലാതെ ഞാൻ ഇന്നുവരെ പറയാൻ പോയിട്ടില്ല. പിന്നെ നിങ്ങൾ ഇൻവോൾവഡ് ആയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ അവർ തന്ന വീഡിയോസ് ഓഡിയോസൊക്കെ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണ് നിങ്ങളുള്ളത്. നിങ്ങൾ സംശയത്തിൻ്റെ നിഴലിൽ നാട്ടുകാരുടെ മുന്നിൽ മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ മുന്നിലുമുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഒരു നല്ലൊരു കലാകാരനെ നമുക്ക് നഷ്ടപ്പെട്ടത് ഈ മാഫിയ കാരണമാണ്. അവരുടെ കയ്യിൽ അകപ്പെട്ടാൽ കലാകാരന്മാർക്ക് സംഭവിക്കുന്ന എന്താണെന്ന് ഇവിടെ ഒരാൾ മരണപ്പെട്ടപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊന്നും എനിക്കൊന്നും പറയാനില്ല. എല്ലാവർക്കും കിട്ടുന്ന സൗഭാഗ്യമല്ല അറ്റൻഷൻ സീക്കിങ്, അല്ലെങ്കിൽ എന്താ പറയണേ, ഇങ്ങനെ കിട്ടുന്ന ഒരു സംഗതി എല്ലാവർക്കും ഒന്നും കിട്ടുന്നതല്ല. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ അത് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പൂർണ്ണ പരാജയമായ രീതിയാണ്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാര്യം പ്രോപ്പറായിട്ട് നോക്കും, എന്നിട്ട് നാട്ടുകാരെ വെല്ലുവിളിക്കാൻ ഇറങ്ങും. ഇവിടെ ആരെ വെല്ലുവിളിച്ചാലും അവരവരുടെ ഭാഗം ക്ലിയറാക്കാൻ നിങ്ങളെ എടുക്കും. നിങ്ങളുടെ ഉദ്ദേശം അത് തന്നെയാണ്. നമ്മൾ നിങ്ങളെ എടുക്കണം, നമ്മളെന്തോ കുഴപ്പക്കാരാണെന്ന് വരുത്തി തീർക്കണം, എന്നിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് അത് നടക്കുന്ന കേസല്ല, പഴയ കാലമല്ല. ആരെങ്കിലും ഒരു തീപ്പരി അങ്ങോട്ടിട്ട് അത് വെച്ച് പത്തിച്ച് കൊണ്ടുവരാം, അങ്ങനെയല്ല. ആളുകൾ 2 ഭാഗവും കേൾക്കും, 2 ഭാഗത്തെ ന്യായ അന്യായങ്ങൾ വീക്ഷിക്കും, വിശകലനം ചെയ്യും, എന്നിട്ട് അവരൊരു തീരുമാനം എടുക്കും. എന്നിട്ട് അതാണ് അവർ കമൻ്റായിട്ട് അവിടെ കൊണ്ടിടുന്നത്. അപ്പം മാക്സിമം ആളുകൾക്ക് അതിനുള്ള തോലൊടിച്ചിട്ട് കൊടുക്കാതിരിക്കാം. അവർ ചാടി കയറി അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് രീതിയിലുള്ള സിമ്പതി അതിനകത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ടും ഒരു കാര്യവുമില്ല. ഇപ്പോൾ ഒരു മരണം കൊണ്ട് ഒരാൾ ഭയങ്കര ഇതാണെങ്കിൽ ഈ ഗോവിന്ദചാമിയുടെ കേസ് വാദിച്ച ആളൂർ വക്കീലിന് മരിച്ചപ്പോൾ ആളുകൾ കൊടുത്ത ഹേറ്റ് കണ്ടോ? അതെന്തുകൊണ്ടാണ്? അയാൾ ആരുടെയെങ്കിലും വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറിയോ? അല്ലെങ്കിൽ അയാൾ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ ഗോവിന്ദചാമി ചെയ്താണെങ്കിൽ ചെയ്തോ? ഒന്നും ചെയ്തില്ല. പക്ഷേ അത്തരത്തിൽ വൾഗറായിട്ടുള്ളവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അയാൾ ഇറങ്ങിയിരുന്നു. ക്രിമിനലുകളുടെ വക്കീലായിരുന്നു. ആ ക്രിമിനലുകളോടുള്ള ആളുകളുടെ മനോഭാവം അയാളിലേക്ക് എത്തപ്പെട്ടു. അതാണ് സത്യം. അത് മനസ്സിലാക്കാതെ നിങ്ങളിരുന്നു കൊണ്ട് അവരിട്ടത് കുഴപ്പമാണ്, അവർ പറഞ്ഞത് യഥാർത്ഥമല്ല, അവർ കൊണ്ടുവന്ന ആളുകളൊക്കെ കള്ളമാണ് എന്ന് പറയുമ്പോൾ തിരിച്ച് നമ്മളും പറയുവേ. നിങ്ങളുടെ ക്യാൻസർ സത്യമാണെങ്കിൽ, നിങ്ങളുടെ അസുഖം സത്യമാണെങ്കിൽ, നിങ്ങൾ കൊണ്ടുവന്ന് കാണിക്കുന്ന രേഖ സത്യമാണെങ്കിൽ ഞങ്ങൾ കാണിക്കുന്ന രേഖയും സത്യമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട ഒരു ഇത് വരും. ഞാൻ വിളിച്ച ലേഡീസ് എൻ്റെ കയ്യിൽ അവരുടെ നമ്പർ ഉൾപ്പെടെയുണ്ട്, എനിക്ക് അവരയച്ച മെസ്സേജ് ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് മൺഡേ പറയുന്ന കാര്യമാണ്. ആർക്ക് വേണമെങ്കിലും ഞാനത് ഷെയർ ചെയ്ത് തരാൻ തയ്യാറാണ്. ഇവിടെ ഒരു ക്രൈം നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പോലീസ് അധികാരികളോട് ഇങ്ങനൊരു ക്രൈം നടക്കുന്നുണ്ട് രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി. നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയും പബ്ലിഷ് ചെയ്യത്തില്ല. നമ്മുടെ സംശയം അവിടെ ചോദിക്കാം. നമുക്ക് ആ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു, ഒന്ന് അന്വേഷിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ കൊടുത്ത വ്യക്തി അവർ രഹസ്യമാക്കി വയ്ക്കും. പകരം അവിടെ അന്വേഷിക്കും. അവിടെ അന്വേഷിക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു ട്രബിൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ റിവാർഡ് ചെയ്യും. തെറ്റാണെന്ന് കണ്ടെത്തിയാൽ അവരോട് പോലീസ് അധികാരികൾ മാപ്പ് പറയും. എന്നിട്ട് ഇവർക്ക് വാണിംഗും കൊടുക്കും, മേലെ ഇമാതിരി പരിപാടി ചെയ്യരുത് എന്ന് പറയും. അപ്പോൾ ഇതാണ് അതിൻ്റെ നിജസ്ഥിതി. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇത് പറയുന്ന ആൾക്കാരുടെ തലയിൽ കയറാനായിട്ട് വരാതിരിക്കുക എന്നുള്ള റിക്വസ്റ്റാണ്. ഒത്തിരി പേർക്ക് ഈ അസുഖം വന്നിട്ടുണ്ട്, അതിൽ നിന്ന് റിക്കവർ ആയവരുണ്ട്. ചിലർക്ക് മാത്രം, വളരെ ചെറിയ ആൾക്കാർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു ജീവൻ പോകുന്ന ഒരു ഇത് വന്നത്. നിങ്ങൾ അസുഖം വെച്ച് കളിക്കാതിരിക്കും.
ദൈവത്തിന് പോലും നിരക്കാത്ത കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവഹിതം പോലും നഷ്ടപ്പെടും. ദൈവത്തിന് പോലും ഒരു ഇത് തോന്നത്തില്ല എന്നുള്ളതാണ്. ദൈവത്തിന് തോന്നാത്തടത്ത് സാധാരണ മനുഷ്യർക്ക് തോന്നുമോ? ഇനി ഇതിൻ്റെ താഴെ വന്നിട്ട് അവളുടെ പച്ച ഇറച്ചി തിന്നില്ലേ, പഴുത്ത ഇറച്ചി തിന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി കൊടുക്കേണ്ടി വരും. അവിടുന്ന് ഒരു ചോദ്യം വന്നു, ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണിത്. ഞങ്ങൾക്ക് വന്ന മെസ്സേജുകൾ ഒരുപാട് ഞങ്ങൾ പ്ലേ ചെയ്തില്ല. ഇതിൻ്റെ ഇടയ്ക്ക് വന്ന കുറച്ച് വൾഗർ, അത് ഞാൻ മനഃപൂർവ്വം ഇട്ടുകയാണ്. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു 19 മെസ്സേജ് ഉണ്ട് എൻ്റെ കയ്യിൽ. പക്ഷെ അതൊന്നും ഞാൻ ഇടുന്നില്ല, അതൊന്നും ഞാൻ ഇടാൻ താല്പര്യപ്പെടുന്നുമില്ല. പക്ഷെ അങ്ങനെയും മെസ്സേജുകൾ ആളുകൾ കൊണ്ടുവന്ന് തരാറുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. മുഴുവൻ കണ്ടിട്ടുള്ളവർക്ക് കാര്യം മനസ്സിലാവും. ഇനി അല്ലാത്തവർക്ക് എന്ത് വേണമെങ്കിലും പറയാനുള്ളത് നമ്മളിവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.